Hi all, this is me Gautam. Welcome to Campus Search. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട് ഡാറ്റാ സയൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ വരും. എന്താണത്? അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ എവിടേക്കാണ് ജോലി ചെയ്യേണ്ടത്? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ? ഓക്കെ, അതിനൊക്കെയുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കാരണം വലിയ രാജ്യങ്ങളും വലിയ പ്രൈവറ്റ് കമ്പനികളായാൽ പോലും അവർ ഈ നാച്ചുറൽ റിസോഴ്സുകളിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഫുൾ ടെക്നോളജിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ടെക്നോളജിയിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഡേറ്റാസിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം അത്തരത്തിലൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ, അതായത് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ജോലിയുടെ ആവശ്യകതയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി വരികയാണ്. ഡേറ്റാ സയൻസ് എന്താണെന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് നമ്മളൊരു ആളിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയോ സെർച്ച് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് അതുമായിട്ട് റിലേറ്റഡ് ഒരുപാട് ഡേറ്റകൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ആരാണ് നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നതെന്ന്. അവിടെയാണ് ഡേറ്റാ സയൻറ്റിസ്റ്റുകളുടെ ജോലിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരിക്കും നമ്മൾ കൊടുക്കുന്ന കീവേഡിന് കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ ഡേറ്റാ സയൻറ്റിസ്റ്റുകളാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കയറിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സൈറ്റിലോ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അഡ്വർടൈസ്മെൻറ്റുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് അടുത്ത് നമ്മൾ എന്താണ് നമ്മുടെ ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ അതവർ അനലൈസ് ചെയ്ത് നമ്മളിലേക്ക് ഓരോ അഡ്വർടൈസ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷനോ എത്തിക്കുന്നുണ്ട്. ഇതും ഡേറ്റാ സയൻസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണക്കാക്കാം. ശരിക്കും ഇത് രണ്ടും മാത്രമായിട്ടല്ല ഡേറ്റാ സയൻസ് ഒതുങ്ങി നിൽക്കുന്നത്, ഒട്ടനവധി വേറെ കാര്യങ്ങളിലോട്ടും പോകുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ +2 പാസ്സായ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റികൾ മാറുന്നതിനനുസരിച്ച് എൻട്രൻസ് എക്സാമുകളിൽ മാറ്റം വരാം. നിങ്ങളുടെ മെറിറ്റും നിങ്ങളുടെ പെർഫോമൻസും അനുസരിച്ചായിരിക്കും യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് കോളേജുകൾ ഡേറ്റാ സയൻസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡേറ്റ വിഷ്വലൈസേഷൻ, പൈത്തൺ, പ്രോഗ്രാമിംഗ്, ഡേറ്റ എത്തിക്സ് ആൻഡ് പ്രൈവസി എന്നീ സിലബസുകളായിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ശരിക്കും ഈ കോഴ്സിൻ്റെ ജോലി സാധ്യതകൾ എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് എല്ലാ കമ്പനികളും അല്ലെങ്കിൽ രാജ്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ രാജ്യത്തിനോ ഡേറ്റാസിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അപ്പോൾ ഡേറ്റാ സയൻറ്റിസ്റ്റുകളുടെ ജോലി സാധ്യതകളും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. ഡേറ്റ സയൻറ്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയറിംഗ്, ഡേറ്റ ആർക്കിടെക്ട്, അതല്ലാതെ ഹെൽത്ത് കെയർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ബാങ്കിങ് എന്നിങ്ങനെ നിരവധി മേഖലകളിലാണ് നിങ്ങൾക്ക് ജോലി സാധ്യതകൾ തുറന്നു കിടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഡേറ്റാ സയൻസിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും കോഴ്സുകളെ പറ്റി അറിയണം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെയുള്ള കോഴ്സുകളെ പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.